അല്ലേ മുട്ടിയെ എത്തപ്പോ പെരീത്തെ വർത്താനം കെട്ടിച്ചോലൊക്കെ ഇവിടെ ഉണ്ടോ? കുട്ടികളൊക്കെ വിവരങ്ങളൊക്കെ എത്താ? പെൺകുട്ടികൾ ഉണ്ടാകുമ്പോ ഉണ്ടായിരുന്നു. ചെറുക്കൻ വരാന്ന് കേട്ടപ്പോഴേ ഓലൊക്കെ വന്നീന്നു തന്നെ. അപ്പൊ ഓൻ വന്നിട്ടില്ല. അതിപ്പോ ചെറുക്കെന്തേ വരാന്ന് പറഞ്ഞിട്ട് ഓന് വരാൻ പറ്റാഞ്ഞത്? ഓൻ പെരിയിലാണോ ഡ്രൈവറായിട്ട് പണിയെടുക്കുകയാണല്ലോ. ഓന്റെ അറബിയും കുട്ടികളൊക്കെ കൂടി ലണ്ടനിക്ക് പോയിക്കണല്ല. അപ്പൊ ഓര് പെട്ടെന്നേ ഓനിക്ക് പോവല്ലാന്ന് പറഞ്ഞാൽ നിർത്തിയതാണ്. 2 കൊല്ലം കഴിഞ്ഞു പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇന്ന് വരും നാളെ വെച്ച് കാത്തിരിക്കുന്നു. സൗദിത്തെ കാര്യം ഇപ്പൊ എനിക്ക് പറഞ്ഞല്ലോ. ഞമ്മള് രണ്ടാളും കൂടി ഐസ്ക്രീം കമ്പനി പണിയെടുത്തീന കാലം എനിക്ക് ഇച്ചല്ലേ. അന്നൊക്കെ ഞമ്മളെ സൗദിനോട് ലീവ് ചോദിച്ചാല് എനിക്ക് പിന്നെ പോവാ എന്ന് കണ്ടേ 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞമ്മള് നാട് കണ്ടീന്റെ. അതൊക്കെ ഒരു കാലം. അമ്മ അന്ന് ഐസ്ക്രീം കമ്പനി നിൽക്കുന്ന കാലത്തേ ഐസ്ക്രീം പുറത്ത് കൊണ്ടുപോയിക്കാണ്ടേ പുറത്ത് ലാഭത്തിന് വിറ്റിക്കാണ്ട് കുറച്ച് കായുണ്ടാക്കി. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല എനിക്ക്. ഇജിന്നോടന്ന് ചോദിച്ചു ഒപ്പം കൂടിക്കോന്ന്. അപ്പൊ ഞാനത് അത്ര തല കൊടുത്തില്ല. ഇന്നിപ്പോ അൽഹംദുലില്ലാ അവിടെ ഹൈറിലായി. അൽഹംദുലില്ലാ. ഞാൻ നാട്ടിൽ കൂടിയാലും എന്റെ ചെക്കന്മാരവിടെ ഇപ്പോൾ ആ ഏർപ്പാട് കൊണ്ടടക്കുന്നുണ്ട്. ഞാനന്നേ എടുത്തോ പുട്ടി വെച്ചിട്ട് പോന്നു. പിന്നെ ഇന്ന പോലെ കമ്പനി എന്ത് ചെയ്തു, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനുമൊക്കെ മാറ്റി. അതിൻ്റെ അല്ലെങ്കിൽ തന്നെ വെച്ച് മുട്ടുവേദനയുള്ള ഒന്നുകൂടെ ഊക്കൂടി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, വേറെള്ളൊന്നും ആലോചിച്ചില്ല, വേറെ നാട്ടിൽ കിട്ടി പിടിച്ചു. ചെക്കന്മാരെന്തേ അയച്ചു തരും, അതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. പക്ഷെ ഒരു ഗുണം കിട്ടി, ആ സിഗരറ്റ് വലി ആണ് മാറിക്കിട്ടി. അതിങ്ങനെ ചെയിനായിട്ട് പോയി ഇന്നലെ വലി. അൽഹംദുലില്ലാ. ഞാനും അങ്ങനെ തന്നെ അല്ലേനോ. 4 പാക്കറ്റൊക്കെയാണ് ഒരു ദിവസം വലിച്ചിന്റെ. അത് ഒരു ദിവസേ കമ്പന്റെ ഉള്ളിന്ന് വലിച്ചണതേ ഞമ്മളെ മുതിർ കണ്ടുകാണ്ട് 50 റിയാല് കറാമ കെട്ടിച്ചു. അതിന് ശേഷം ഞാൻ ആ പരിപാടിയിലാണ് നിർത്തി. എടാ, ഞാൻ 4 ദിവസം മുമ്പേ കോഴിക്കോട് പോയപ്പോഴേ നമ്മളൊപ്പം ഉണ്ടായതിന് ആ സൈനുദ്ദീനെ കണ്ടു. ഞാൻ കണ്ടത് എങ്ങനെയാ വെച്ചാൽ ഓന്റെ പിന്നിൽ വന്ന് കണ്ട് ഉമ്മറേന്ന് വിളിച്ച് ചോദിച്ചുമ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ അറിഞ്ഞിട്ടില്ലേനു. ഷുഗറൊക്കെ പിടിച്ചിക്കാണ്ടേ ഇട്ടാണ്ട് വെല്ലുണ്ട് മറ്റേ അറിയാത്ത വീട്ടിലേക്കണ ആള്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു. ഓന്റെ കാര്യമൊക്കെ ആകെ കട്ടപ്പോകയാണ്. പിന്നെ ഓൻ എന്നോട് പറഞ്ഞത് നമ്മളെ കമ്പനി പണി എടുത്തീനെ പഴയ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, ഓൾക്കൊക്കെ റമദാനിലെ സക്കാത്തും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഗഫീല്. എനിക്കൊക്കെ കിട്ടലുണ്ടോ? എനിക്ക് കിട്ടലുണ്ട്. കഴിഞ്ഞ റമദാനിക്ക് വരെ അയച്ചു തന്നേക്കണു. അതിപ്പോ നമ്മളെ കഫീലിന്റെ കാലം കഴിച്ചോളുണ്ടാവും. ഞമ്മളൊപ്പം പണിയെടുത്തീനീലേ ആ ബീരാ മാത്രമുള്ളൂ ഇപ്പോഴും അവിടെ പിടിച്ചിരുന്നത്. ഇപ്പൊ പുതിയ ആൾക്കാരെ പോലെ വെക്കുണ്ട് മുഴുവൻ ബംഗാളികളും ഫിലിപ്പീൻസുകളുമാണ്. ഫിലിപ്പീനുകളും ബംഗാളികളൊക്കെ ആയാലേ ശമ്പളം കുറച്ച് കൊടുത്താൽ മതിയല്ലോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആള് ബിസ അയച്ചു തരുട്ടാ. പക്ഷെ ഞാൻ പോയിട്ടാണ്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ബീരാ മണ്ണക്കട അറിഞ്ഞക്കണ. ഓ മണ്ണക്കണ ലീവിന് വന്നതേ. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പോകാൻ വിളിച്ചിരുന്നു. 2 മാസം ലീവ് അടിച്ചേക്കണു. ചിലപ്പോഴേ പോകുള്ളൂ അഭിപ്രായം പറഞ്ഞു. ഒരുപാട് അസുഖങ്ങളുണ്ട് പോന്. ഓനക്കഞ്ഞ് നിർത്തിയല്ലേ നല്ലത്. 10-65 വയസ്സായിക്കണില്ലേ. ഈ പ്രായമുള്ളവര് ആരെങ്കിലും ഇപ്പൊ സൗദി അറേബ്യയിൽ പോയി പണിയെടുക്കുന്നുണ്ടോ ഈ നാട്ടിൽ നിന്ന്? കാക്ക വന്നില്ല. അല്ല കാക്ക നിക്കണു അവിടെ കൊലയും മരിക്കണു. ഓന്തിപ്പൊ കൊലായം വരുന്നു. ഓൻ ഇവിടെ കേറിക്കൂടെ? ഇജെന്ത് ഇവിടെ തന്നെ ഇരുന്ന് ഉള്ളിൽ കയറാതെ? ഞാൻ ഈ സിഗരറ്റ് ഒന്ന് കഴിയാൻ വേണ്ടി നിന്നതാടി. അന്റെ സിസ്റ്റർമാർ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇത് കേറാണ്ടാ, ഇങ്ങനെ വലിച്ചു കയറ്റണ്ട. ഇതടി ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ വലിച്ചു ചീലായതാണ്. അതിപ്പോ നിർത്താൻ കഴിയണില്ല. ആളിയാൻ ഇവിടെ ഇല്ലടി. അത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പീടിയന്റെ അടിക്കാണ്ട് ഇറങ്ങിക്കണം. ഞാൻ വന്നപ്പോ ഒന്നും കൂടുന്നിട്ടില്ല. കുറച്ചേ മുട്ടായി 2-3 ബനിയാനൊക്കെ ഉണ്ട് ആളിയാന്. പിന്നെ ആ സിഗരറ്റിന്റെ കൂടുതൽ വെച്ചിരുന്നില്ലടി. സിസ്റ്റർ കൂടെ മാണ്ടിയിരുന്നില്ല. ആരെയപ്പ വലിയൊക്കെ നിർത്തിക്കണം. അത് ആൾക്കാച്ച കൊടുത്താളാ. മാക്സി അടിപ്പാവാടി ഒന്നും കൊടുന്നിട്ടില്ലടി. എല്ലാ കുറി അടിപ്പാവാടൊക്കെ കുറെ കൊണ്ടരലുണ്ട്. ഇക്കുറി ഒന്നും കൊടുന്നിട്ടില്ല. ഞമ്മക്ക് ഇവിടെ പുറത്തുനിന്ന് എവിടുന്നേലും പൊയ്ക്കാണ്ട് എടുക്ക. അവിടുന്ന് ഇപ്പൊ ഡ്യൂട്ടി എട്ടി കൊണ്ടുവരണക്കാട് നല്ലതേ. ഇവിടെ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ എടുക്കുകയാണ്. അതാ ഞാൻ കൊണ്ടുവരാഞ്ഞത്. കുറഞ്ഞ സാധനം കൊടുന്നിട്ടുള്ളൂ. അല്ല, അന്റെ വാളൊക്കെ ഇപ്പൊ മാറ്റിയോ? ഞങ്ങള് രണ്ടാളും ഇന്നലെ പെയ്ക്കാണ്ട് മാറ്റിയതാണ്. എന്റെ പഴയതൊക്കെ കൊടുത്തു. കുറച്ച് പൈസയും കൂട്ടിക്കാണ്ട് ഒരു 4 വാളാണ്ട് എടുത്തു. ആ സ്വർണ്ണത്തമ്മിലൊന്നും ഇപ്പൊ തൊടുവല്ലോ. ഇതൊക്കെ മാറ്റിയപ്പോ എന്റെ അടുത്ത് കായണ്ടേന്നാ? ഇന്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നും അല്ല. ഓളിപ്പേ ഞാൻ ബാൻഡീന്റെ 1 മാസം മുന്നേ തുടങ്ങിക്കൊണ്ട് എന്റെ വളാള് പൊട്ടിക്കൂണ് പറഞ്ഞിക്കാണ്ട് അങ്ങനെ ഇന്നലെ പോയിക്കാണ്ട് എടുത്തതാണ്. എല്ലാരും അനക്ക് ഒട്ടൊരു ലീവ് ഉണ്ടാ? ദത്ത് ലീവ്
നീ പോണില്ലല്ലോ, നീ ഇവിടെ നിർത്തി ഇവിടെ കൂടാണ്. ഇവിടെ നിന്നിട്ട് എത്ത് പണി എടുക്കണു. നിർത്തിക്കോട്ടെ, ഇനി ഇത്ര അങ്ങനെ പോണേ. കലാകാലം അവനെ നയിച്ചാൻ വയ്ക്കോ? അവന് പൊന്നരാത്രി പോന്ന മോൻ ഇപ്പൊ നയിച്ചോട്ടാന്. അബ്ബാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അയച്ചമ്മോ. എനിക്ക് ഒരു ഉള്ളിയും തക്കാളിയും കൂടിയും കൊടുന്ന് സീരല്ല ഓന്. ഇതിന്റെ കൈമന്ന് കൊണ്ടല് നിന്നാലേ എത്ര കാട്ട് ഞങ്ങൾ എന്നിച്ചറിയില്ല. അതാ എന്റെ മോശത്തരം. ബാപ്പ ഗൾഫിലാണെന്ന് അറിഞ്ഞാണ്ടേ ഓനെങ്ങനെ തീമ്പിച്ച് വളർത്തിച്ച് അതിന്റെ തർക്കടനെ എനിക്ക് അനുഭവിച്ചൂടാണ്ട്. ആഴ്ചമ്മ ഓന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഓന് വെള്ളിയും ഇട്ടുകാണ്ട് പറമ്പച്ചോടെ നനക്കാണ് നടക്കണം. ഇജേ എന്റെ പെണ്ണുങ്ങളെ മോന്റെ വാക്ക് കേട്ടിട്ടേ കാലാകാലം സൗദർബിയിൽ നിന്നോ. അനക്കൊരു ജീവിതം ഒന്നും വേണ്ടേ? അളിയാൻക്കിപ്പോ സൗദി അറേബ്യയിലായെന്ന കാര്യം എനിക്ക് അറിയില്ലേ. അവിടുന്ന് 10 ഉറുപ്പ്യ അയക്കുമ്പോഴേ എല്ലാ പ്രവാസികൾക്കും നാട്ടിലൊരു വില ഉണ്ടാവുള്ളൂ. അത് നിന്നാലേ കെട്ടിയോൾക്കും മക്കൾക്കൊന്നും മാണ്ടി വരില്ല. അതാണ് ഇപ്പൊ ഞങ്ങളോടത്തെ അവസ്ഥ. ഇച്ച അത് നാട്ടിൽ നിക്കണോണ്ട് ഒന്നും ഉണ്ടായിട്ടേ പറയല്ല ഞാന്. ഇപ്പൊ വെക്കണ നേരല്ലേ, അപ്പൊ കുറച്ച് നയിച്ച് പൈസ ഉണ്ടാക്കിയാലേ വെക്കാത്ത കാലത്ത് എടുത്ത് നമുക്ക് ഉപയോഗിച്ചാലോ. ഞാൻ അതോട് പറയാണ്. എത്ര അഭ്യാസം 10-65 വയസ്സായില്ലോ അവന്. ഇവന്റെ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടപ്പോ പുറത്ത് പോയി പണിയെടുക്കണോല്? ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇന്റെ പ്രായക്കാർ ഒറ്റൊന്നും ഇപ്പൊ ഞാൻ പണിയെടുക്കേണ്ട കമ്പനിയിലില്ല. എല്ലാവരും ഒഴിവാക്കി നാട്ടിക്ക് പോന്നു. ഞാൻ പിന്നെ എന്റെ സൗദി നല്ലൊരു സ്വഭാവമാണ്. അതുകൊണ്ട് ആ കമ്പനിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്തേലൊക്കെ മാസം ശമ്പളം കിട്ടും. എല്ലാം കൊണ്ട് സുഖമാണ്. ഒരു മാസത്തെ ലീവ് ഒരു കൊല്ലം കൂടുമ്പോൾ കിട്ടും. അതിന് നാട്ടിലും വരുന്നുണ്ട്. ഇത് എത്ര കാലം പോകുന്നു പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അലിയാൻകതാ ദുബായിലല്ലെന്നോ ഒരു കാലയപ്പോ നിർത്തി പോന്നില്ലേ. അപ്പൊ മക്കളതാ നയിച്ചോണ്ടരന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അലിയാൻക എന്തിനാ പോണെന്ന് പറഞ്ഞാല് അതിന്റെ വട്ടച്ചെലവിന് എന്തിനാ പോവാണ്. സംഗതി കുഴപ്പമൊന്നുമില്ല. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് എത്ര ഏക്കറുണ്ട്? ഇതിപ്പോ ഒരു 8 ഏക്കർക്ക് രേഖ ഉണ്ട്. അളന്നാ ഒരു 10 ഏക്കർ ഉണ്ടാവും. അത് നമുക്ക് ഒന്നിച്ച് വളക്കാം. ഇങ്ങനെ വെള്ളം ഒഴുകണ ഒരു സ്ഥലം ഇവിടെ അടുത്തോടെ ഇല്ല. എന്റെ ടീമിന് വേഗം കൊടുന്ന് കാണിച്ചു കൊടുത്താളാ. ഇതിപ്പോ റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ്. ഒരു പഞ്ചാബേറെ പടം വന്നു നോക്കി പോയിക്കണു. എന്റെ കെയർ ഓഫിൽ അല്ല കേട്ടോ. നമ്മളെ ടീമേ ഒരു വിദേശ മലയാളിയുണ്ട്. മൂപ്പരൊരു മാനേജർ ഉണ്ടാവും. മൂപ്പരൊരു കുടുംബക്കാരനുണ്ട്. പിന്നെ ഞാനും ഉണ്ടാവും, അബ്ബാസും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ഈ 5 ആളെ ബ്രോക്കർ ഉണ്ടാവുള്ളൂ കേട്ടാ. ഇജ്ജാ പറഞ്ഞ 5 ആളൊന്നല്ല. ഇതിന്റെ ഇപ്പോൾ കരീമിനും സുലൈമാനും എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ ഇത് 7 ആളായല്ലോ. ഏതായാലും നോക്കട്ടെ. ഒരു കച്ചവടം നടക്കല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കച്ചവടം നടക്കണില്ലല്ലോ. രാവിലെ വെള്ളിട്ടുണ്ട് ഇറങ്ങും. സോപ്പിനും കൂടെയുള്ള കായ് കിട്ടണില്ല. അല്ല അബ്ബാസിനെ ഇപ്പൊ കണ്ടില്ലോ. അബ്ബാസ് എവിടെ? ഓന്റെ ആവശ്യമില്ല. അത് ഞാൻ കണ്ടാ മതി. ഓന്റെ കുട്ടിന്റെ മുടിയാഴ്ചയിലുണ്ട്. അതിന് ഇറച്ചിയെ കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ്. ഓന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അടുത്തൊന്നും പെറ്റിട്ടില്ലല്ലോ. പിന്നെ ഏത് കുട്ടിന്റെ മുടിയാഴ്ചയിലാ പറ്റി പറയണ്ട്? ഓന്റെ കുട്ടിന്റെ മുടിയാഴ്ചയിൽ കഴിഞ്ഞിട്ട് കുറെ കാലമായി. കുട്ടിക്ക് 5 വയസ്സായി. ഇപ്പോഴാണ് പൂത്തിന് അറുത്ത് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഓന് ചെറിയൊരു പൈസ തടഞ്ഞത്. ഓനിപ്പോ എവിടുന്ന കായ്? ഇജ്ജ അറിയാത്ത വല്ല കച്ചവടം നടത്തിയോ? അതൊന്നല്ല, കച്ചവടം ഇപ്പൊ ഞാനില്ല. ഓൻ നടത്തൂല. ഓന്റെ എപ്പ വന്നേക്കണില്ലേ. അപ്പൊ മൂപ്പര് അറുത്ത് കൊടുക്കണത്. ഓന്റെ എപ്പ വന്നേക്കണില്ലേ? എത്ര കാലായി അയാൾ പോക്ക് തുടങ്ങിയിട്ട്. ഇന്റെ ഒക്കെ ചെറുപ്പത്തിൽ പോക്ക് തുടങ്ങിയാണ്. അയാള് ചിലപ്പോ പൂത്ത പൈസ ഉണ്ടാവും. ഇജ്ജ് ഓനോട് പറഞ്ഞിക്കാണ്ടേ ഈ സ്ഥലമൊക്കെ കൂടി ഓന്റെ ഉപ്പാനെ കൊണ്ട് എടുപ്പിച്ചാന്നൊക്കെ. എന്താ ഇപ്പൊ കുറച്ച് പൈസ കൊടുത്താൽ മതി. പിന്നെ ഞമ്മക്ക് വില കിട്ടുമ്പോ മറിച്ചടിച്ചേ. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. കാലം കുറെ പോക്ക് തുടങ്ങിയിട്ട്. അല്ല പൂത്ത പൈസ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് എടുക്കുമെന്ന് സംശയമാണ്. ഇജ്ജ് അയാളോട് എങ്ങനെയാലും പറഞ്ഞത് എടുപ്പിച്ചാന്നൊക്കെ. ഇതില് റിസോർട്ട് ഉണ്ടാക്കിയാലേ അയാൾക്ക് നിത്യവരുമാനായി. പിന്നെ കാല് നീട്ടി ഇരുന്ന് തിന്നൂടെ. പിന്നെ എന്തിനാ അയാൾക്ക് ഗൾഫ് പോകേണ്ട ആവശ്യം? ഞാൻ അയാളോട് നേരിട്ട് പറയില്ല. ഓനോട് പറഞ്ഞു നോക്കാം. കിട്ടിയാ നമുക്കൊരു തല്ലിക്കെട്ടിട്ട. അല്ല ഇവിടെ മൃഗങ്ങളെ ശല്യം എന്തേണ്ടോ? ഇവിടെ ഇറങ്ങാത്തൊരു സാധനവും ഇല്ല. ആന, കരടി, പുലി, സിംഹം. സിംഹത്തിന്റെ കാര്യം അടക്കട്ടെ. അത് ഇവിടെ അല്ല, ഗുജറാത്തിൽ ഗീർബനത്തിലാണ്. ഇതിപ്പോ കച്ചവടത്തിലൊരു പൊടിക്കായി കൂട്ടുണ്ടല്ലേ. അത് എന്നോടും പറഞ്ഞു എന്നുള്ളൂ. എത്ര ഇവിടെ പണി? ഞാൻ ഈ ചീരക്കെ ഒന്ന് വളമട്ടായിരുന്നു. ഇജെവിടുന്ന കുടിയിൽ തന്നെ ആയിരുന്നു? ഞാൻ പെരിയിൽ തന്നെ ഉണ്ട്. 10-45 സെന്റ് സ്ഥലം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടേ നിങ്ങളിപ്പോ ഈ റോഡിന്റെ സൈഡിലാ ഈ ചീര ഉണ്ടാക്കേണ്ടത്. അതിന് തൊടുവിലടാ കാനിലുമാണ്. പിന്നെ കോഴികൾ മുഴുവൻ കൊത്തി തിന്നാണ്. ഇവിടെ ആകുമ്പോ നല്ല വെയിലും ഉണ്ട്, നല്ല ഉണ്ടാവും ചോദിച്ചു. അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇപ്പൊ ഈ റോട്ടുമ്മ കൂടി അധികം വണ്ടിയൊന്നും വരാനില്ലല്ലോ. ഈ 2 പേരേക്കുള്ള വണ്ടിയല്ലേ ഉള്ളൂ. അമ്മായില്ല ഇവിടെ? പെണ്ണിനൊന്നും ക്ലാസ് ഇല്ല. അപ്പോൾ 2 ആളും കൂടെ കോട്ടൂര് പോയി തരാറുണ്ട്. അങ്ങനെ പോയതാണ്. വൈകുന്നേരത്തിന് വരും. എന്നാ ഞാൻ പെരിയേക്ക് കയറുന്നില്ല. ഇത് ഞാനേ ഇറച്ചിയായിട്ട് പോകുന്നതാണ്.
ഇത് നിങ്ങളാണ് വെച്ചാളി. ആ ഇമ്മ ഇന്നലെ വിളിച്ചിരുന്നു, ഇന്നൊരു അറിവുണ്ട് എന്നോടൊന്നും ചെല്ലാനൊക്കെ. ഞാൻ വരൂല എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ എന്നോ അറക്കേണ്ട സംഭവമാണ്. എൻ്റെ ഒരു കൊയ്ന്തം കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്ര വൈകിയത്. എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് കണ്ട് ഇല്ലാണ്ട് ഒഴിവാവും. എന്നിട്ട് വാപ്പ വരാൻ കാത്തുന്ന കുടുതീനിച്ച്. അത് ഇപ്പാന്റെ നിർബന്ധത്തിന് ചെയ്തതാണ്. പിന്നെ ഇപ്പൊ 3 ആൾക്ക് അർത്ഥക്കണു. ഇനിയിപ്പോ ഈ കുട്ടിക്കായിട്ട് അറക്കാതിരിക്കാണ്ടാണ് ഇപ്പൊ ചെയ്താണ്. ഞാൻ ഇച്ചു വലിയ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പോ അതിന് പൈസ ചെലവാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 10,000-15,000 റുപ്യ ചെലവാക്കണം. ഇന്റെ അതിന് ഇല്ലേന്. ഇജ്ജന് വലിയ പാറി പറഞ്ഞ പറമ്പച്ചവടക്കാരനാണ്. എന്നാ എൻ്റെ അടുത്ത് ഒരു ഉറുപ്പ്യ എടുക്കാനുമില്ല. അതൊക്കെ ഇപ്പൊ എനിക്കറിയാം. പിന്നെ ഇമ്മ ഇന്നലെ വിളിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇപ്പൊ ഇഞ്ഞും തിരിച്ചു പോകണമെന്നൊക്കെ കേട്ടു. അതിന് ഇഞ്ഞും ഗൾഫിക്ക് പറഞ്ഞേക്കുക. 40-45 കൊല്ലായി പോലെ തുടങ്ങിയിട്ട്. ഉമ്മാനെ ഇവിടുന്ന് കെട്ടിക്കൊണ്ടുപോകുന്ന കാലത്തേ ഗൾഫില്ല. ഇഞ്ഞും അതിന് നിർത്താനായിട്ടില്ലേ. ഞാൻ കുറി പോണില്ല എന്നൊക്കെയുള്ള പറഞ്ഞിരുന്നത്. പിന്നെ ഇതിനെ പിന്നെ ഇപ്പൊ പോകേണ്ടത്. ഇവിടെ നിന്നിട്ട് എത്താ കാക്ക കാര്യമുള്ളത്. ഇപ്പാക്ക് ഇപ്പൊ ആരോഗ്യത്തിന് സോക്കടും കേടൊന്നും ഇല്ലല്ലോ. അവിടെ പോയാൽ അധ്വാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടും. ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ ഞാനെന്നെ ഈ തെണ്ടി തിരിഞ്ഞടക്കണം നിങ്ങൾക്ക് കണ്ടുകൂടെ? ഒന്നിനാത്രം പോകുന്ന ഒരു കഗ്ഗാളജ് അതിനെ ഇവിടെ നിർത്തിക്കാണ്ട് അനക്കാണ്ട് പോയിക്കൂടെ. എന്നാല് ഇജും നന്നു എന്റെ തള്ളി നന്നു. ഇപ്പൊ ഈ വയസ്സ് കാലത്ത് അതിനെ ഇഞ്ഞു ഉന്തി പറഞ്ഞേക്കങ്ങളില്ലേ. ഇപ്പൊ നീ പോണോടത്തോളം പോയിക്കോട്ടെ. പഴയ പണിക്കാരനാണ് ഇപ്പൊ ആ കമ്പനിയില്. വലിയ പണിയൊന്നുമില്ല. ഒരു 8 മണിക്കൂറത്തെ പണിയുള്ളൂ. വെറുതെ ഇങ്ങനെ അവിടെ മുട്ടി തിരിഞ്ഞാൽ മതി. 16 റൂമിലൊന്ന് കേൾക്കും ചോദിച്ചാൽ ശമ്പളം നല്ലോണം കിട്ടും. ഞാൻ ഇപ്പൊ അവിടെ പോയാലേ പുതിയ ആളല്ലേ, അത്ര വലിയ ശമ്പളമൊന്നും കിട്ടൂലേനു. പിന്നെ വെറുതെ അവിടെ പോയി ഞാൻ ഇടങ്ങാറാവണ്ടല്ലോ. ആ ഇജ്ജ് തടി മെരങ്ങി ഒരു പടി എടുക്കണ്ട. ഇവിടെ തന്നെ നിന്നാ ആരെങ്കിലേ എൻ്റെ പ്രായക്കാരെ വാപ്പാര് നയിച്ചു കൊടുന്ന് തിന്നണ ഇജ്ജ് കണ്ടക്കണ. ആ അത് പോയി നയിച്ചതുകൊണ്ടേ ഇവിടെ നിങ്ങൾക്ക് ചൂടുവെള്ളം കുടിച്ചാ. അല്ലെങ്കിൽ എവിടുന്നുണ്ടാകാനാ? ഇജ്ജുണ്ടാ നയിച്ചു കണ്ട് വല്ലതും പെരേക്ക് കൊണ്ടുവരണു. ഒന്നുള്ളൂ വെച്ചിട്ടേ ഒലക്കൊക്കെ അടിച്ചേന്ന് എന്നെ വളർത്തേണ്ടത്. എന്നെ കൊഞ്ചിച്ച് വളർത്തി. അതാണ് ഓർക്ക് പറ്റിയ കേട്. കാക്ക ഞാൻ വർത്താനം പറഞ്ഞിക്കല്ല. ആഴ്ചമ്മ കൊടുക്കുള്ള ഇറച്ചി കൂടി കൊണ്ടേ കൊടുക്കാണ്ട് ഞാൻ പോവാണ്. പോലെ ഒരു കാര്യം കൂടി പറയാണ്ട്. ഉമ്മാന്റെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ കിടക്കണു. അതിക്ക് ഇതുവരെ ഒന്ന് ചവിട്ടി നോക്കിക്കണം. അതിത്തെ തേങ്ങ ഇട്ടുണ്ടെങ്കിൽ ഉമ്മ രാജനെ അവിടെ നിന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ഇട്ട് കണ്ടാണ് പോകും. പിന്നെ അതൊക്കെ നുള്ളി പെറുക്കി ഉണ്ടാക്കി ഞാൻ വണ്ടി കയറ്റി അങ്ങോട്ട് പറഞ്ഞേക്കണം. അതിനെങ്കിലും ഒന്നും വന്നാൽ അതെങ്കിലും ഇച്ചൊരു ആശ്വാസവും. അതിനും അന്നെ കിട്ടൂല. ആ അത് ഞാൻ വരണ്ട ഒരു ദിവസം. അനക്കല്ലെങ്കിൽ എപ്പോഴും തിരക്കാണ്. മുഖ്യമന്ത്രിക്ക് പോലും ഉണ്ടാവില്ല ഇത്ര തിരക്ക്. നിങ്ങളിട്ട് വന്നാ എന്നും ഇങ്ങനത്തെ. ഞാൻ അമ്മയോട് അപ്പം തന്നെ പറഞ്ഞു നിങ്ങളാണ് കൊണ്ടേ കൊടുത്തു. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഇനിയിപ്പോൾ കയറിക്കോ. അടിക്കുന്നോ എവിടുന്നാ പറ്റി വരുന്നു? എൻ്റെ ഓട്ടോറിക്ഷ വർഷാപ്പിലാ. ഞാൻ എന്നെ കാണാച്ചിട്ട് പോരേ. എത്ര എൻ്റെ വണ്ടിക്ക് കേട്? എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ പഴയ വണ്ടി തന്നെ അല്ല എപ്പോഴും? ആ പഴയ വണ്ടി തന്നെ. അത് എന്നും ഓരോരോ കേടാ. ഇപ്പൊ ഗിയർ ബോക്സ് ഒന്ന് കഴിച്ചേക്കണോ? എടാ ഞാൻ ചോറ് കഴിച്ചിങ്ങനെ ഇരുന്നാണ്. ഇത് ചോറ് കഴിച്ചേക്കണോ? അല്ലെങ്കിൽ ഓളോട് കുറച്ച് വളമ്പാൻ പറയാം. ഞാൻ വണ്ടി വർഷാപ്പിൽ എത്തിക്കാണ്ട് ആ പാളവളിയുടെ കല്യാണ്ടായിരുന്നു. അവിടുന്ന് ചോറ് വെച്ച് കണ്ട് പോന്നാണ് ഞാൻ. ഇവിടെ അതിൻ്റെ അടിയിൽ കൂടി ചെറിയ അറിവ് നടത്തി അബ്ബാസിന്റെ ആ കുട്ടിക്ക്. ഞാൻ അബ്ബാസിന്റെ അടുത്ത് ഇറച്ചി ആൾ കൊടുത്തയച്ചിരുന്നു. ആ ഞാനുണ്ടായിരുന്നില്ല. അവൻ ഇറച്ചിയെ കൊടുത്ത് പോയിക്കണോ? അപ്പൊ തന്നെ അല്ല ഇജിപ്പോ ഇനി പോണില്ലാന്ന് കേട്ടു. ഇജിവിടെ നിൽക്കാനേ കരുതിക്കണ്ട്. ഞാനെന്നെ പോയി ഓട്ടോറിക്ഷ ഓട്ടിക്കൊണ്ട് നടന്നിട്ട് ഒന്നും ആകണില്ല. ഞാൻ പോണെന്നും വിചാരിച്ചിട്ടുണ്ട്, പോണ്ടെന്നും വിചാരിച്ചിട്ടുണ്ട്. 2 കൗലിലാണ് ഇപ്പോ. പിന്നെ ഇജ്ജിപ്പത്തെ പറഞ്ഞു ഓട്ടോറിക്ഷ ഓടിയിട്ട് എനിക്ക് ഒന്നും ഒക്കണില്ല എന്നല്ലേ. അന്നെ ഞാനേ സൗദി അറേബ്യക്ക് ഒന്ന് കൊണ്ടുപോയിരുന്നു. 3-4 ലക്ഷം റുപ്യ അന്ന് ഞാൻ ചെലവാക്കി കണ്ട്. ഇജ്ജ് 6 മാസമായിട്ട് നിന്നിക്കാണ്ട് കുട്ടിയാളി പെണ്ണുങ്ങളെ കാണുന്നവർക്കാണ് പോകുന്നു. അന്ന് അവിടെ ശരിക്കും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നില്ലടാ. അതിന് ചെന്നിട്ട് കൊണ്ടാക്കിയതേ ആ പച്ചാള വർക്ക്ഷോപ്പിലല്ലേ. ഐറ്റങ്ങളാണ് ഈ ഭക്ഷണം തരൂല ഇടങ്ങാറാക്കിയിട്ട് അതുകൊണ്ട് പോന്നാണ് ഞാൻ. അന്ന് ഞാൻ അവിടെ കൊണ്ടാക്കിയ സമയത്ത് ആ അൽബാഖാന്റെ മോനുണ്ടായിരുന്നു അവിടെ പണിയെടുത്തിരുന്നു. എപ്പോഴും ആ വർക്ക്ഷോപ്പിലാണ് പണിയെടുക്കേണ്ടത്. ഇജ്ജ് നിൽക്കൂല ഒരു ഏർപ്പാടിലും. അന്നെ പണ്ട് ഇപ്പ മോലേരാമാൻ വേണ്ടി അവിടെ പഠിപ്പിച്ചാൽ വിട്ടയച്ചു. ഇജിപ്പാണ്ടാക്കി ഇപ്പൊ തിരിച്ചെത്തിയപ്പോ ഇജ്ജും ഇവിടെ എത്തി. അങ്ങനത്തെ ആളാണ് ഇജ്ജ്. അതൊന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ഇജിപ്പോ ഇനി പോണില്ലാന്ന് കേട്ടപ്പോ വല്ലാത്തൊരു വേവലാതി. പെണ്ണിന്റെ കല്യാണമൊക്കെ ഇപ്പോൾ ആയി തുടങ്ങിക്കണോ? അന്നെ കണ്ടുകണ്ടപ്പോ അത് ഉറപ്പിച്ചിട്ട് കണ്ട്. എനിക്കിപ്പോ എന്തിനാ ഇത്ര വേവലാതി? 3 കെട്ടിച്ചല്ലോ. കജ്ജൊടുക്കാൻ ചെന്നല്ലാതെ വേറെ എന്തെങ്കിലും അറിഞ്ഞേക്കണോ? എത്ര കാക്കാജി പറയേണ്ടത്? അന്നെ എന്റെ പാപ്പാന്റെ സ്ഥാനത്തല്ലേ ഞാൻ കണ്ടിക്കേണ്ടത്. എന്റെ 3 കുട്ടികളെ കല്യാണം ഇവിടെ കഴിഞ്ഞില്ലേ. അതേമാതിരി ഇപ്പൊ ഇതും കജ്ജും. ഇന്റെ പോക്കിന്റെ കാര്യത്തിലൊന്നേ ഇജ്ജ് ബേജാറായിരിക്കൊന്നും വേണ്ട. ഇജ്ജ് പോണില്ല പറഞ്ഞപ്പോഴേ ഇന്ത്യനെക്കാട്ടും ബേജാറ് എന്റെ കതിയമ്മൂന. അല്ലെങ്കിൽ എന്റെ ഇളച്ചിക്കേ മൂത്തച്ഛനോടേ വലിയ സ്നേഹമാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. അല്ല ഏതാ പന്റെ കജുമ കിടക്കണ വാച്ച്? വാച്ച് കൊണ്ടുപോകണ്ടോ? ഇത് ഞാൻ പോന്നപ്പോളേ ഓമക്സിന്റെ ഒരു വാച്ച് കളിച്ചിരുന്നു. ഇജ്ജ് വാച്ചും കെട്ടി നടക്കണില്ലല്ലോ. ആ വാച്ച് തന്നാണ്ടി.
കഴിഞ്ഞൂർ തന്നെ എന്റെ കയ്യൊരു വാച്ച് ഉണ്ടായിരുന്നു, ഞാനത് ചോദിച്ചാലും വിചാരിച്ചിരുന്നു. പിന്നെ അത് മമ്മൂട്ടിന്റെ കഴിയുമ്പോൾ കണ്ടു ഞാൻ. കഴിഞ്ഞൂറി ഞാൻ നല്ലൊരു വാച്ച് കൊടുത്തിരുന്നു. അപ്പൊ ഓന് ഞാൻ പോണ്ട തലേദിവസം ഇവിടെ വന്നിരുന്നു. അപ്പൊ ഓന് ഞാൻ അതാണ്ട് ഊരി കൊടുത്തു. എനിക്ക് മാണിയെന്നാ എനിക്ക് അന്ന് എന്നോട് ചോദിച്ചുകൂടെയെന്നോ? എന്നാ ഇത് ചോട്ടിക്കാന്ന്. അല്ല, ഇജ്ജ് വന്നപ്പോ മൊബൈലേറ്റ് കൊടുക്കണം. എന്റെ കുഞ്ഞാപ്പൂന്റെ ഫോണ് കേടുന്നിട്ട് കുറേ ദിവസമായിക്കണ്. ഓൻ കുറേ ദിവസം ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞേ മൂത്താപ്പ വരുന്നുണ്ടല്ലോ എന്ന്. മൂത്താപ്പാന്റെ മട്ട അറിഞ്ഞിട്ട് വാങ്ങാന്ന് പറഞ്ഞിരുന്നു അവനോട്. ഇജ്ജിപ്പോ ഓനോട് തൽക്കാലേ ഒരു ഫോൺ വാങ്ങാൻ പറഞ്ഞാളെ. ഞാൻ ഒരു ഫോൺ കൊടുന്നിരുന്നു. അപ്പൊ അതേ നബീസൂനെ കണ്ടു വിളിച്ചാൻ വേണ്ടി ഞാൻ ഓൾക്ക് കൊടുത്തു. ഞാൻ വർത്താനം പറഞ്ഞു കൊടുക്കല്ല, ചിലപ്പോ വണ്ടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോയോക്കട്ടെ. ഞാനും ഉണ്ടാണ്ട് പീഡിയന്റെ അവൾക്ക്. ഞാനേ ഈ തുണി ഉപ്പാന്ന് മാറ്റിക്കാട്ടെ, നമുക്ക് കണ്ടാ ഒപ്പാണ് പോവാം. പൊന്നാല മാങ്ങിക്കുട്ടിയാ, ഇജിപ്പോ ആ നിർത്താൻ അവിടെ നിൽക്കുക നല്ലത്. ഇവിടെ ഇപ്പൊ ഞാൻ ഒഴിവാക്കി വന്നിട്ടേ എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെടുന്നുള്ളത്. ഞാൻ നിർത്തി പോയിട്ട് പിള്ളേരും കുട്ടികൾക്ക് ഒന്നും തീർത്തിട്ടില്ല. മാങ്ങിക്കുട്ടിയാ, ഞാൻ തന്നെ അവിടുന്ന് ഇടുത്താ പുട്ടിട്ട് അന്ന് പോന്നു, നിർത്തിയും ചെയ്തു. അതുകൊണ്ട് ബുദ്ധിമുട്ട് പത്താറിച്ച് ഞമ്മളത്തിന് ആയ പൈസ ഇല്ല. മറ്റേ ഞമ്മളത്ത് എന്തുണ്ടെങ്കിൽ ആരോടും കയ്യാട്ടുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ആലോചിച്ചാ ഖേദം. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് അന്ന് നിർത്തല്ലാന്ന്. എനിക്ക് കമ്പനിയില് അത്യാവശ്യം സാലറി ഒക്കെ ഉള്ളതാണ്. പക്ഷെ നാട്ടിൽ വന്നാല് കുറെ തൊഴിച്ചുകളുണ്ട്. എന്നാ പോണ്ടത്, എപ്പോഴാണ് പോണ്ടത്, അത് കേട്ട് താല്പര്യം പിടിച്ചിരിക്കണം. പൊന്നാര ചങ്ങായി, നാട്ടുകാർ ചോദ്യം കേട്ടിക്കണ്ടേ അവനാണ് പണി ഒഴിവാക്കണ്ട. എനിക്ക് പിന്നെ കുട്ടി കടിച്ചാനയക്കണില്ലേ, അതൊക്കെ ആലോചിക്കണം. സംഗതി എത്ര സമയത്ത് ഉണ്ടെങ്കിലേ അത് അവിടെ നിൽക്കുമ്പോ അതൊരു ഭാര്യയാണ്. ആ പെണ്ണ് കിട്ടിച്ചാനൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എടാ, നാട്ടില് വലിയ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ എന്റെ അടുത്തുണ്ടാ? ഞാനൊക്കെ ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളാ മരം വെട്ടവണം പ്രായില്ലേ, ഓപ്പോ ഒരു കോഴിപ്പോം തുടങ്ങിയില്ല മണ്ണാർക്കാട്, ബമ്പം വിൽക്കുകയാണ്. അവിടെ ആകുമ്പോൾ ഒരു കൂലിയില്ല. അതാ എന്താ നമുക്ക് കോഴിക്കാട്ട് കിട്ടും. കോഴിക്കാട് നല്ല വിലയാണ് ഇപ്പൊ. ഒരുപാട് തിരക്കില്ല. അതിന് വൈമുട്ടിയെ പണിക്കാരെ വെക്കണ്ടില്ല, അതിന് ചെലവില്ലേ. തൽക്കാലേ നമ്മൾ രണ്ട് പണിക്കാരെ വെക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചാണ്ടേ മുന്നോട്ട് പോയാലേ അവിടുന്ന് ഒരു പെണ്ണാണ്ട് കിട്ടുക, കുറച്ച് ആട് വാങ്ങിക്കൊടുക്കുക, എന്നാലും ഓല അങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മളെപ്പോഴും പോയാൽ മതി. അത് തിരക്കിടില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങൾ അറിഞ്ഞാലേ ഇത് കോഴിയും കൂടില്ലാതാവും. അന്റെ കോഴിക്കും കൂടിനൊന്നും പറ്റൂല. വേറെക്കൊരു ആൾക്കാരൊക്കെ അവിടെ പോയി തരം കായെടുത്ത് വാങ്ങാൻ അല്ലെങ്കിൽ പാടത്തിന് എടുക്കും. എന്നിട്ട് ഇതേനെ പരിപാടി. അല്ല ബിരിയാണി, അജ്ജി തന്നെ വന്നത്? വന്നിട്ടൊക്കെ കുറെ ദിവസമായി, ഏറെക്കുറൊക്കെ പോവാനായിക്കണു. തന്നെ അജ്ജി പോവാനായ? പിന്നെ കുട്ടികളുടെ മിഠായിക്ക് പറഞ്ഞയച്ചാണ് കേട്ടോ. ഞാൻ ഫോട്ടോകൾ ഉണ്ടാവും വർത്താൻ പറഞ്ഞിരുന്നോളൂ. ഓക്കെ. നമുക്ക് സിഗരറ്റ് ആണോ കുട്ടിയാ? ഞാനിതൊക്കെ എന്നാ നിർത്തി, ഇപ്പൊ നിർത്തിയിട്ടില്ലല്ലേ. ഇതിപ്പോ അങ്ങനെ നിർത്താനൊന്നും പറ്റൂല. ഇതിപ്പോ നമ്മളെ കൂടപ്പാർപ്പായിക്കണു. അവിടുന്ന് കൂടിയല്ലോ ഇപ്പൊ ഈ പരിപാടിയൊക്കെ. എങ്ങനെ ഇത് കമ്പനി ഉള്ളെന്ന് വലിച്ചിരുന്നത്? അവിടെ വലിച്ചാൻ സമ്മതിക്കൂലോ? അത് മുതിർന്നോട് ഇടക്കിടക്കേ അമ്മാമ്മ പോവാറങ്ങാണ്ട് പോവും. എന്നിട്ട് ഇടക്കിടക്കൊന്ന് കൊളത്തും. ഓൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇടക്കിടക്ക് ഒരു അമ്മാമ്മ പോക്ക് ഉണ്ടല്ലോ എന്ന്. സിഗരറ്റ് വലിച്ചാന്ന് ഓനെ അറിയാം, ഓൻ മുണ്ടായിയാണ്. പൊന്നാര ചങ്ങായി നിർത്തിക്കാണ്ടി, 10-15 വയസ്സായില്ലേ, ഓരോ രോഗങ്ങൾ ഇങ്ങനെ പാഞ്ഞു വരും. നിർത്താൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴിയണില്ല. ചെക്കനെ കണ്ടപ്പോ പറഞ്ഞു ഇതിനി പോണില്ല, ഇവിടെ കൂടുകയാണെന്നൊക്കെ. അത് നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോഴേ പേരക്കാർക്കൊന്നും വലിയ തീർപ്പതിയില്ല. എന്താ തീർപ്പതില്ലായി? എത്ര കാലമായി പോക്ക് തുടങ്ങിയിട്ട്? അന്റെ പ്രായക്കാരിപ്പോ ഗൾഫിലുണ്ടോ? ആരുമില്ല. ഇജ്ജും ഉമ്മറൊക്കെ അല്ലേ ഇതിലിപ്പോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേ. നിങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ കൂടി. ഞാൻ നാട്ടിൽ കൂടാന്ന് പറഞ്ഞപ്പോഴേ പെണ്ണുങ്ങൾക്കാണ് ഒന്നാമത്തെ തുരക്കേട്. ഓളേ ഞാൻ ലീവിന് വരുന്ന സമയത്തേ തോർത്തുണ്ട് കൊടുത്തരും. ഞാൻ കുളിച്ചാൻ പോകുമ്പോൾ ബ്രസ്സമ്മ ഗോൾഗേറ്റ് ആക്കി തരും, ഒതു കൊടുക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരും. നിർത്താണെന്ന് പറഞ്ഞപ്പോഴേ ഓളെ സ്വഭാവമൊക്കെ മാറിൽ തുടങ്ങിക്കണം. ഇപ്പൊ ഓളറിയും തോർത്തുണ്ടിന് വിളിച്ചാൽ ആണ്ട് എടുത്തോളി, ചില 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെയാണ് ഓളെ സ്വഭാവം. സാധാരണ പെണ്ണുങ്ങൾക്കാണ് മാപ്പിളാർ ഇവിടെ നിൽക്കാൻ പോയിട്ടുണ്ടാകുക. എന്റെ പെണ്ണുങ്ങൾക്ക് അത് തീരല്ല. അതെ, അവിടുന്നുള്ള വരുമാനമാണ് കുറയുമ്പോഴേ എന്താണ് തോന്നലാണ്. ഇച്ചിനി ബാധ്യതകളൊന്നും ഇല്ലടാ. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഓളെ കെട്ടിച്ചു. ചെക്കങ്ങനെ കൊണ്ട് പെണ്ണിട്ടിച്ചു. പിന്നെ ഇപ്പൊ ഇരിക്കൂരെ ഇപ്പൊ നന്നാക്കി ചെയ്തേക്കണില്ലേ. ഇനിയിപ്പോ ബേജാറൊന്നും ഇല്ല. ഇനിയിപ്പോ ഓൻ അയച്ചു കൊടുക്കാണ്ട് തിന്നണം എന്നാ എന്റെ വിചാരം. പക്ഷെ അതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. മോനും പറയണ്ട് നിങ്ങളിവിടെ നിന്നിട്ട് എന്ത് ചെജ്ജാനാണ്. ഞാനിപ്പോ ഏതായാലും ഇവിടെ പോവാൻ വിചാരിച്ചേക്കണു. ഇനി പോകാനുള്ള പരിപാടിയാണ്. എന്നാൽ ഇത്രയും കാലമായിട്ട് എനിക്ക് നീക്കിരിപ്പൊന്നും ഇല്ലേ? എന്ത് നീക്കിരിപ്പ്? മാസം കിട്ടണ്ടീനേ കുറച്ചുകൂടി കടം മേടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. നമ്മളെ കുട്ടികളെ ഇറങ്ങാറാവരുതിച്ചിട്ട്. ഇവിടെ എൻ്റെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കുടുംബം ജീവിച്ചണില്ല. അത്രക്കും പമ്പില്. എൻ്റെ മോനൊന്നും ഒരു ഏർപ്പാടിനും കൂടി പോക്കില്ല.
ബാപ്പ പൈസ അയക്കണ്ട് കാത്തിരിക്കുക. മക്കൾക്ക് ബാപ്പാര് എത്ര നയിച്ചു കൊടുത്താല് ഓൽക്ക് പ്രശ്നമില്ല. ഓല് നയിച്ചിക്കാണ്ട് ബാപ്പാരൊന്നും ഇപ്പൊ നോക്കൂല. വീരാനേ ഏറെക്കുറെ എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പ്രായമൊക്കെ ആയി വരുമ്പോഴേ നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാവും അവിടുന്ന്. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ താളം തെറ്റും. ഇപ്പൊ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോയിട്ടുണ്ടല്ലോ, പിന്നെ ആടേനെ കെട്ടിട്ടേണ്ടി വന്നില്ലപ്പോ. ഇത് തന്നെ എല്ലാവരും കേൾക്കും. ഇന്റെയൊക്കെ ജീവിതം ഇനിയിപ്പോൾ ഏകദേശേ അവിടെയൊക്കെ മരിച്ച് മണ്ണടിയേക്കാരം. അപ്പം നിൽക്കും ഈ സൗദി അറേബ്യൻ്റെ വരുമാനമൊക്കെ. അപ്പം എൻ്റെ പെരക്കാർക്കൊക്കെ പടിയും ചെച്ചു. ഏതായാലും ഞാൻ ഹരിദാസൻ്റെ അടുത്തേ ടിക്കറ്റിന് പാസ്പോർട്ടൊക്കെ ഏൽപ്പിച്ചേക്കണു. അത് റെഡി ആയ കൊണ്ട് കൊടുന്നേരാന്ന് പറഞ്ഞേക്കണു. അപ്പം ഞാൻ മുൻകൂട്ടി പറയലൊന്നും ഉണ്ടാവില്ല. അപ്പം എന്നോട് വിളിച്ചു പറയണ്ട് ഇറങ്ങണ നേരത്തേക്ക് ഞാൻ പേരുകൊണ്ടി. താത്ത നിങ്ങൾ ആർഡിക്കുറി എന്താ ഇപ്രാവശ്യം തെറ്റിയത്? സാധാരണ ക്ലിയർ ആയിട്ട് അടക്കൽ നിങ്ങളാണ്. ഇപ്രാവശ്യം എന്താ എങ്ങനെയായി? അത് സുമേ എന്റെ പുതിയാപ്പിള അന്നക്കണേ വിചാരിച്ച മായി അത് വന്നാല് പൈസ ഒന്നും എനിക്ക് കിട്ടൂല. ഞാൻ ആ കുറി നിർത്തുകയാണെങ്കിലേ ഞാൻ അടച്ച പൈസ എനിക്ക് കിട്ടുവോ? അത് താത്ത നിങ്ങൾ 3 കൊല്ലം അടച്ചില്ലേ, ഇനി 2 കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ. അതെങ്ങനെങ്കിലും കണ്ട് അടച്ചു പോയിക്കോളി. ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടൂലേ, പലിശ ഒന്നും ഉണ്ടാവൂല. ആ അടച്ച പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇച്ചേ 5 കൊല്ലം അടച്ചു പോവാനാണ് പൂതി. പക്ഷേങ്കിലേ ഇനിയിപ്പോ അത് ഇവിടെ നിക്കുകയാണെങ്കിലേ എന്റെ കൈക്കാ വിചാരിച്ച മാതിരി പൈസ ഒന്നും കിട്ടൂല. അല്ല മൂപ്പരിപ്പോ ഗൾഫ് നിർത്തി പോന്നതാ, ഇനി പോണില്ല? മൂപ്പരെ പോണില്ല എന്നും പറയുന്നുണ്ട്, പോണ്ട് എന്നും പറയുന്നുണ്ട്. പോയി കിട്ടിയാ മതിയായിരുന്നു, എന്നാലേ ഉള്ളൂ എന്റെ അടുത്ത് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. മൂപ്പരെ മാസം മാസം ഇങ്ങനെ പൈസ അയക്കുമ്പോ അത് എന്റെ കജ്ജ് കിട്ടുമ്പോ ഇച്ചിരി സമാധാനാണ്. അത് കിട്ടാതായാലേ ഇച്ചിരി ഇറങ്ങാറുമാണ്. അത് താത്തങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പൈസ കൈ കിട്ടുമ്പോ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമ്പോ അതൊരു രസം തന്നെയാണ്. അതില്ലെങ്കിലുള്ള ബേജാറ് വേറെ തന്നെ കേട്ടോ. അത് വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി തുടങ്ങിയില്ലേ, എന്റെ അടുത്ത് ഒരു ഉറുപ്പ്യ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ മീൻകാരാബിദിനെ 4000 ഉറുപ്പ്യ ഉണ്ട് എന്ന് പറഞ്ഞേക്കാണ്ട് അതിന്റെ അടുത്തുനിന്ന് പൈസ വേങ്ങി. ആബിദിനാണെങ്കിലോ 2500 ഉറുപ്പ്യ കൊടുക്കാണ്ടായിരുന്നുള്ളൂ. ബാക്കി 1500 ഉറുപ്പ്യ ഞാൻ എന്റെ കൈക്ക വെച്ചു. അപ്പൊ ഞാൻ ആബിദിനോട് പറഞ്ഞേ ചെങ്ങായി ചോദിച്ചാണെങ്കിൽ 4000 ഉറുപ്പ്യ ഉണ്ടെന്ന് പറഞ്ഞോണ്ടിന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഈ മാസം ഒരു 1500 ഉറുപ്പ്യ കൈക്കുണ്ടായത്. ഇങ്ങനെയൊക്കെ ചെയ്യണ മോശമല്ല താത്ത. അവനാന്റെ കെട്ടിയന്മാരെങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? അത് പറ്റിച്ചൊന്നല്ല, അവനാന്റെ മാപ്പിളാരെ അടുത്തുനിന്നല്ലേ 10 ഉറുപ്പ്യ നമുക്ക് കിട്ടുള്ളൂ. മൂപ്പര് പോവുകയാണെങ്കിൽ ഇനിയിപ്പോ ക്ലിയർ ആയിട്ട് അടയ്ക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഈ മാസത്തെ അടയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അടച്ചോണ്ട് അടുത്ത മാസങ്ങളെ കൂട്ടി തന്നാ മതി എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് അടച്ചാളാ, അടുത്ത മാസം ഞാൻ കൂട്ടി തരണ്ട എനിക്ക്. ഇങ്ങനെയൊക്കെ അടച്ചു പോന്നെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ 10 ഉറുപ്പ്യ കഴിക്ക. അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു, എന്താ ഇപ്പൊ കണ്ണടയൊക്കെ വെച്ചിട്ടിപ്പോ? അതടി എനിക്ക് ഖുർആൻ ഓതുമ്പോഴേ ചെറിയ അക്ഷരങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനും ചെങ്ങായി കൂടി പോയിക്കാണ്ട് എന്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ എഴുതി തന്നാർ കണ്ണാടക്ക്. അത് അപ്പൊ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇജ്ജ് കണ്ടിയില്ല എന്റെ ഈ വള ഇപ്പൊ എടുത്തതാണ്. ഞങ്ങളെ കയ്യിലേ തിളക്കം കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചതാണ്, പിന്നെ ചോദിക്കാതിരുന്നതാണ്. പൈസ ഇല്ല എന്ന് പറയണുണ്ട്. ഇതൊക്കെ പിന്നെ എന്താണ്? കുറച്ച് സ്വർണ്ണം എന്റെ അടുത്ത് ഉണ്ടായിരുന്നോടി, പിന്നെ കുറച്ച് പൈസ മൂപ്പരെ കൊണ്ടും കൂട്ടിച്ചു. അങ്ങനെ എടുത്തു. ഇപ്പോഴൊക്കെ അല്ലേ സ്വർണ്ണം ഇട്ട് നടക്കാൻ പറ്റുള്ളൂ നമുക്ക്. രാജാ ആ തേങ്ങയൊക്കെ ഒന്ന് പെറുക്കി മുറ്റത്ത് കിട്ടാ കേട്ടോ. ഇനിയിപ്പോ വേറെ ആളെ വിളിക്കണ്ടല്ലോ. പിന്നെ ആ വലിയ തെങ്ങുമ്പിൽ തേങ്ങ ഉണ്ട്, ആ ഒന്നും ഇട്ടാളട്ടോ. ഞാൻ രാവിലെ തന്നെ വന്നുകൊണ്ട് അയിമക്കാ നോക്കിയേ, അയിമ തേങ്ങല്ല. എല്ലാ കുറി വന്നാലും ഈ പറയാ ആ തെങ്ങുമ്പിൽ തേങ്ങ വിളയിലില്ലെന്ന്. അത് ഇനി എന്നാ വിളയ്യ? ഈ പോയി കഴിഞ്ഞാൽ കാണാം ആ തേങ്ങ താഴോട്ട് അങ്ങനെ വീണ്. അതിഞ്ഞേ അടുത്ത വരവിലിടാ. ഞങ്ങൾ അരക്കാൻ തേങ്ങ ഇല്ലാതെ പെട്ടെന്ന് പോയതാണ്. ആ കേസ് രാജിന്റെ പറമ്പിലെ തേങ്ങ ഇടാണ്ട്. അരക്കാൻ തേങ്ങ ഇല്ലാഞ്ഞിട്ട് ഇടങ്ങാറായി നിൽക്കുന്നു ഞാൻ. 2 തെങ്ങുമ്പല്ലെങ്കിൽ കയറി ചിട്ട് തന്നല്ലോ. എത്ര വിളിക്കണം നിങ്ങളെയൊക്കെ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ. കലക്ടർ കൂടി ഉണ്ടാവില്ല എത്ര വല്ലാത്തൊരു തിരക്ക്. ഏതായാലും ഇജ്ജ് പോവല്ലേ, ഞാൻ പൈസ എടുക്കട്ടെ. പൈസ ഞാൻ വൈകുന്നേരം വാങ്ങിക്കൊണ്ട് വെയില് ചൂടാവുമ്പോഴേ അവിടുത്തെ ഇടണം. ഉള്ളിലേക്ക് നല്ല 2 തേങ്ങ ആയിട്ട് ഓൻ പോയി, പിന്നെ എങ്ങനെ പരക്കാണ്ടാവുക? ചേച്ചി അരിയട്ടല്ലേ അവിടെ? അരിയായിട്ട് അകത്തുണ്ട്, ഞാൻ വിളിക്കാം, കേറി ഇരിക്കി. നടിയെ ആക്രമിച്ച കേസ് പ്രോസിക്യൂഷൻ ബാധിച്ചത് പരമാവധി ശിക്ഷക്ക്. എന്താ ചെയ്യുക? കുറഞ്ഞ ശിക്ഷ തെറ്റായ സന്ദേശം നൽകും. തെങ്ങുമ്മൽ നിന്ന് വീണ് സുധാകരൻ മരണപ്പെട്ടു.
ഇപ്പൊ ആ പോയ ചെക്കനൊക്കെ എന്ത് സേഫ്റ്റിയുള്ളത്. എന്താ ശിഹാബേ ഈ നേരം ഇങ്ങോട്ട് പോന്നു? ട്രാവൽസ് തുറന്നില്ലേ? ഓഫീസേ സിന്ധു തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫോണിക്ക് കുറേ വിളിച്ചു, നിങ്ങൾ ഫോണിൽ എടുക്കണില്ല. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്കൊന്ന് ലീവ് എടുക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പനി സുഖമായോ? എടാ പനിയൊക്കെ കുറെ കുറവുണ്ട്, കയ്യും കാലും വേദന കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കല്ലോ കേട്ടോ, ഓഫീസിൽ കുറെ വർക്ക് പെൻഡിങ് ഉള്ളതല്ലേ. ഞാനേ ഫുൾ ലീവ് എടുക്കണില്ല. പെണ്ണുങ്ങളൊരു സുഖം തരുന്നില്ല. ഒരു കല്യാണം ഉണ്ട്, ഓളെ മൂത്തമ്മാൻ്റെ മോളെ. ഇപ്പം തന്നെ ഓല എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുകയാണ്. ആ വീരാക്കാരൻ ടിക്കറ്റ് ഓക്കെ ആക്കി വെച്ചാണല്ലോ, ഇന്ന് പോകേണ്ടതായിട്ട് അയച്ചു കൊടുത്തില്ലേ? അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങാണ്ട് ഇന്നലെ രാത്രി വീരാക്ക വിളിക്കണു. അങ്ങനെ രാത്രി തന്നെ പോയി ഓഫീസ് തുറന്ന് അവിടെ എത്തിച്ചു കൊടുത്തു. അതേട്ടെന്നാ ഞാൻ പോട്ടെ കേട്ടോ, കല്യാണത്തിന് പോകാനാണേ. പിന്നെ കല്യാണം കഴിഞ്ഞേ പെണ്ണുങ്ങളായിട്ട് കറങ്ങാൻ നിൽക്കല്ലോ കേട്ടോ, ഓഫീസിൽ ഒരുപാട് വർക്കുള്ള ഓർമ്മ വേണം. അല്ല മാനോ, അബ്ബാസ് എവിടെ? മോൻ ഇവിടെ ഒന്നും കണ്ടില്ല. ഓനെ മണ്ണാർക്കാട്ടിക്ക് ഒരു സ്ഥല കച്ചവടത്തിന് പോയതെന്നാ ഇപ്പം പറഞ്ഞത്. എന്നിട്ട് എയർപോർട്ടിൽ പോയപ്പോൾ ഓനേതാ വണ്ടിയായിട്ട് പറഞ്ഞേച്ചേക്കണം. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ വലിയ തിരക്കുള്ള മനുഷ്യനല്ലേ. എന്ത് തിരക്കൂടുത്ത കച്ചവടം? എന്നാ വല്ല കാര്യമുണ്ടോ? സ്വന്തം ബാപ്പേ പടി ഇറങ്ങി പോവുകയാണ് ഇവിടുന്ന് ഗൾഫിക്ക്. ആ നേരത്തേലൊന്നും ഇവിടെ ഉണ്ടായിക്കൂടെ എന്നാ? ഇപ്പത്തെ മക്കളെ കാര്യമൊന്നും പറയാനുള്ളത്. അത് ഓന്റെ കാര്യം മാത്രല്ല. എന്ത് വേണം ഇവിടെ വെക്കണോ? ബീരാൻ ഗൾഫ് പോകുന്നുണ്ട്. അപ്പൊ ഇറങ്ങുമ്പോ ഒന്ന് കാണാച്ചിട്ട് കയറിയതാ. ഞാൻ 15 ദിവസം മുന്നേ ഇവിടെ തേങ്ങടാൻ വന്നപ്പോഴേ ഇനി പോണില്ല എന്നൊക്കെ പറയുന്നു മൂപ്പര്. എന്നിട്ട് പോവാ? ഇഞ്ഞും പോവാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോക്കൂടി പോയിട്ടേ വരണം മൂപ്പര അഭിപ്രായം. പോവാണെങ്കിൽ നമ്മക്കൊന്ന് കാണാലോ. ഞാനിവിടെ കേട്ടെന്നാ തേങ്ങടലൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഓൻ്റെ ഇപ്പൊ ഇറങ്ങണ നേരത്തേലും ഓനൊന്നും വന്നൂടെ? ഇന്ന് ഓനെ നല്ലൊരു കച്ചവടത്തിന് ഇരിക്കാണ്ട്. ബാപ്പ ആദ്യമായിട്ട് പോകുന്നല്ലോ, പിന്നെ എയർപോർട്ടിൽ ആക്കി കൊടുക്കാൻ ഞാൻ പോണില്ലേ? ഓന് ഭയങ്കര കച്ചവടല്ലേ. ഓന്റെ കച്ചവടത്തിന്റെ ഊക്കോണ്ടാണ് ആ തന്ത ഈ വയസ്സ് കാലത്ത് ഇവിടുന്ന് ഇപ്പൊ ഈ ഇറങ്ങി പോകേണ്ട അവസ്ഥ. വയസ്സൊന്നും ഒരു പ്രശ്നമില്ല, ഒരു ഇബാദത്തല്ലേ മൂപ്പര് ചെയ്യണേ, കുടുംബം നോക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ ഇപ്പൊ മൂപ്പര് എന്ത് പണിക്കാ പോവാ? നല്ല സെക്യൂരിറ്റി പണിക്കും പോകണ്ടല്ലോ. അതിനെങ്ങാടും നല്ല ഗൾഫിക്ക് പോവല്ലേ? ഒക്കെ കണക്കന്നെ. ഒരു മുളത്തിന്റെ ബാക്കി അരമുളം നിറഞ്ഞ മാതിരിയാ. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാജാ പോട്ടെ. എന്നാ ഞാൻ സിഗരറ്റ് വെച്ച് ഇത് വെച്ചോ. ഞാനക്ക് വന്നിട്ട് കുറിയൊന്നും തന്നിട്ടില്ല. പോട്ടെന്നാ എല്ലാവരും വിളിക്കും. പൊന്നാര മക്കളെ, എല്ലാ പ്രവാസികളെയും അവസ്ഥ തന്നെയാണ്. സൗദി അറേബ്യയിൽ നിന്ന് കാണ്ടി 10 ഉറുപ്പ്യ സമ്പാദിച്ചുമ്പോളേ പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും കുടുംബക്കാർക്കും ഒക്കെ ഹൗസേക്കാരം. അത് നിന്ന് കഴിഞ്ഞാല് ആർക്കും മാണ്ടി വരില്ല. പിന്നെ ഒരു കരിയേപ്പിൻ്റെ എല്ലാം വാരി ഇങ്ങനെ തട്ടിക്കളിച്ചു കൊണ്ടേക്കാരം. അപ്പൊ ഓരോ പ്രവാസിനെ നിങ്ങൾ കുടുംബത്തിൽ ചേർത്ത് പിടിച്ചിട്ടോ, ഓലങ്ങൾ തട്ടിക്കളിച്ച് ഒഴിവാക്കരുത്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്.